അല്ല, നിങ്ങൾ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എവിടുത്തുകാരാ? ചേട്ടാ ഞങ്ങളത് ചേട്ടാ ഞങ്ങള് കുറഞ്ഞ വിലയ്ക്ക് ഒരു സ്ഥലം മേടിച്ച് ഇവിടെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടി വന്നതാ. പണ്ട് തെക്കൊന്നും വടക്കൊന്നും ഒരുപാട് പേര് കൃഷി ചെയ്യാൻ വന്നിട്ടുണ്ട്. ഈ കറങ്ങുന്ന കുന്തലാണ് വന്നതോടുകൂടി ഇവിടെ സ്ഥലത്തിനും വില കയറി. ദാമോദരേട്ടാ, അറിഞ്ഞോ ഏ നമ്മുടെ കാട്ടിൽ ഒരു പെണ്ണിന്റെ ശവം കിടപ്പുണ്ടത്രേ. ആന്റണി ജോർജ് വെടിക്ക് പോയപ്പോഴാണ് കണ്ടത്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എവിടെന്നെങ്കിലും ഒക്കെ ഗർഭമുണ്ടാക്കിയിട്ട് കൊന്നു കൊണ്ടുപോയിടല്ലോ ഇവിടെ. ചേട്ടാ എത്രയായി? പീസ് സാറിന്റെ ഒരു കാര്യം വലിയ തിരക്കേടില്ല. 10-12 കൊല്ലായേ എന്റെ കൂടെ കൂടിയിട്ട്, ഭാര്യയായിട്ട് ഒരു കുട്ടിയുണ്ട്. എന്താ നോക്കുന്നോ? താൻ ആരാടോ? തനിക്ക് എന്ത് വേണം? പറ്റുമെങ്കിൽ ഒരു ജോലിക്ക് വന്നതാ. ജോലി തരാൻ ഇത് തൊഴിലവസര വേദിയല്ല, പോലീസ് സ്റ്റേഷനാ. പിന്നെ ഒരു എസ്ഐയുടെ ഒഴിവുണ്ട്, അതായാലോ? ഓ, അതായാലും മതി, സന്തോഷം. അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നത് ഇദ്ദേഹത്തിനങ്ങ് പിടിച്ചില്ലാന്ന് തോന്നുന്നു. അപ്പോ നിന്നെക്കുറിച്ച് മാറിപ്പോയ എസ് ഐ രുദ്രൻ പറഞ്ഞത് വളരെ ശരിയാണല്ലേ? മാറിപ്പോയതല്ല, സ്ഥലം മാറ്റിയതാ. സർ, കൂടുതൽ റെസ്പെക്ട് ഒന്നും വേണ്ട. സ്റ്റേഷൻ കാര്യങ്ങൾ വെടിപ്പാറ്റി നടക്കണം. എവിടെയാ വീടുണ്ടെന്ന് പറഞ്ഞ്? സർ, ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് 2ാമത്തെ ടേണിങ്ങിലെ 3ാമത്തെ വീട്. സർ, നേരത്തെ ആളറിയാതെ. ഓക്കെ. അപർണ കൊലക്കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ നാളെ രാവിലെ 8 മണിക്ക് എന്റെ ടേബിളിൽ ഉണ്ടായിരിക്കണം, വിത്തൗട്ട് എനി എക്സ്ക്യൂസ്. യെസ് സർ. മനസ്സിലായല്ലോ? ഓക്കെ സർ. സ്റ്റേഷനിൽ യൂണിഫോമിലായിരിക്കണം. യെസ് സർ. നാശം, രാവിലെ തന്നെ ശകുന തെണ്ടുകളാണല്ലോ. അല്ല, നിനക്കിന്ന് ഗസ്റ്റുകൾ ജാസ്തിയുണ്ടോ? എന്റെ ദാമു കേട്ടാ, എവറ്റുകൾ കിടക്കുക മാത്രമല്ല, കിടക്കുന്നിടം വൃത്തികേടാക്കുക കൂടെ ചെയ്യും. നാശം. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറഞ്ഞോടാ തെണ്ടി. വെടുപ്പ് എടുത്താനായിട്ട് ഓരോന്ന് വരും. ജോണി, എന്താടാ? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിക്കണം, വല്ലാതെ അങ്ങ് പുറത്തിറങ്ങണ്ട. ശരി സർ, ഇറങ്ങില്ല. പുതിയ എസ് ഐ ചാർജ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അല്ല, നീ ഇതുവരെ പോയില്ലേ? അപ്പൊ എനിക്ക് വീടും കൂടിയൊന്നും ഇല്ലേ? കൊലിച്ചു പോയില്ലേ? നീ വല്ലതും കഴിച്ചോ? എന്ത്? വല്ലതും തിന്നോ? ആന് നാളെ തിന്നു. ഇവൻ ആദിവാസി മാത്രല്ല, ഒരു മന്ദബുദ്ധിയും കൂടിയാ. നിനക്ക് വല്ല പണിയോ അറിയോ? ഇവനൊരു 3-4 ദോശ എടുത്ത് കൊടുക്ക്, തിന്നട്ടെ. പാവം. മോളേതാ? ഞാൻ ഈ സ്കൂളിൽ പുതുതായിട്ട് വന്ന ടീച്ചറാ. ഇവിടെ താമസം? ഇവിടുന്ന് 3ാമത്തെ വീട്. ആ മാത്യൂസിന്റെ വീട്ടിലാ? അതെ. ചേട്ടാ, ഒരു 100 രൂപയ്ക്ക് ചില്ലറ തരാവോ? അതിനെന്താ, കൊണ്ടുവാ. അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. ഇയാളാരാ? അല്ല, ഈ ഇപ്പൊ കക്കാനും തുടങ്ങിയോ? നിക്ക്, ഞാൻ പോലീസിനെ വിളിക്കട്ടെ. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഞാൻ ഷാജു ജോർജ്, അകലേസയ. എനിക്ക് അപർണയുടെ മുറിയൊന്ന് കാണണം. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു മകളാ സാർ അവള്. അവളെ കൊന്നവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തി തരണം സാർ.
അപർണയുടെ ഘാതകർ എത്ര വമ്പന്മാരായാലും ശരി, ഞാൻ അവരെ പൊക്കിയിരിക്കും. ഷുവർ. സാർ, എന്റെ മകള് ഡാഡി ഇവരെ ഒന്ന് സഹായിക്കണം. ഞാൻ വേണ്ടത് ചെയ്യാം. എടോ, വേറെ എന്തെങ്കിലും സഹായം? പോയിട്ട് വരാം സാർ. എന്നാ പോയിക്കോളൂ. ശരി സർ. ശരി. ശരി ചേച്ചി. ഇതിപ്പോ വല്ലാത്തൊരു കുരുക്കിലായാലോടാ. പോലീസ് ജീപ്പ്. എന്താടാ ഇവിടെ? സാർ, ഞങ്ങൾ കുളിക്കാൻ വന്നതാ. ഇവിടെ നിന്ന് ശിർവാണിയിലേക്ക് പോകാനുള്ള എളുപ്പ വഴി ഏതാ? സാർ, ഇവിടെ നിന്ന് 6 കിലോമീറ്റർ നേരെ പോയി കഴിഞ്ഞ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ആനമൂളിയായി. എടുക്ക്. சொல்லப்பா சொல்லு, என்ன புது விசேஷம்? സൗഖ്യമാ ഇருக்கு സാർ. அப்ப ஞாபகம் இருக்குல்லையே? ഈ ഫോൺ കോളിൽ ഏതാവത് ഇരിക്കില്ല? എനിക്ക് தெரியுமடா. ആരാ? സാർ ഒരു നിമിഷം. சொல்லுங்க சார். அங்க ஏதாவது பிரச்சனை இருக்குமா? சார், அது வந்து நம்ம பழைய வியாபாரம் கண்டினியூ பண்றதுக்கு 4 பசங்களை கிடைச்சிருக்கு. அவன் நம்ம கையில ஒதுங்கும். அவ வெளியில வரமாட்டா. எந்த தொந்தரவும் இல்லாம நான் பாத்துக்கிறேன். அட எங்க அப்பா, அப்படி ஆயிருந்தா பின்ன நிக்கண்ணா. செலவு எந்ததாயிடும் சரி, அது நாளை எடுத்துக்கிறேன். അതിന് കിടക്കറ പണം പാതി പാതി. அது வந்து ஒரு சின்ன காரியம். பழைய மாதிரி அங்க வந்து தங்கிறது கஷ்டம். இப்ப வந்து பிசினஸ் எல்லாம் ரொம்ப தொந்தரவு. நீ வேலைக்கு முடிவது செய். எப்பதாவது டைம் கிடைச்சா நான் என்ஜாய் பண்றதுக்கு அங்க வரும். சரி சார். சொல்லப்பா, என்ன இருக்கு விசேஷம்? சார், அது வந்து வேலை ஆரம்பிச்சாச்சு. உங்களுக்கு டைம் கிடைக்கும் போது இது வழி வரையா? சரி சரி. அங்க ஏச்ச பணத்தை கிடைச்சாச்சு இல்லையா? கிடைச்சாச்சு சார். சரி, வந்த அப்புறம் பார்க்கலாம். ஓகே. சரி சார். ஓகே. എങ്ങോട്ടാ? സാറിന്റെ മോളെ മാറി തന്നിട്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല. സാറിനെ രക്ഷിക്കണം. എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? ഇത് കണ്ടോ? ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും ആവില്ല. சொல்லுங்க சார். என்னாச்சு? நம்ம கிருஷி படுபடிக்க டைம் ஆச்சு இல்லையா? ஆமா சார். சரி சரி. அப்போ நான் வந்து நெக்ஸ்ட் வீக்ல வந்துடலாம். ஓகே. അവിടെ தங்கிறதுக்கு ஏதாவது கிடைக்குமா? சார் வரும்போது சொல்லுங்க சார். சாருக்கு என்ன தேவை அதங்க கிடைக்கும். போதுமா? போதும் போதும்.
അത് പോതും എന്നാ വെക്കട്ടുമാ ഓക്കെ 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 ഹലോ എന്താ സാർ? നമ്മുടെ ചെട്ടിയാർ കൃഷിസ്ഥലവും നിങ്ങളെയും കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അയാൾക്ക് വേണ്ട കാര്യങ്ങൾ നീ അവിടെ ചെയ്തു കൊടുക്കണം. നിനക്ക് അവിടെ നല്ല പിടിപാടാണെന്ന് ഞാൻ അറിഞ്ഞു. എടാ, ചെട്ടിയാരെ നല്ലതുപോലെ സൽക്കരിക്കണം കേട്ടോ. പിന്നെ നിന്റെ ടെന്റിനടുത്ത് നല്ലൊരു പെൺകൊച്ചുണ്ടല്ലോ. സർ അത് ഞാൻ അതൊന്നും കുഴപ്പമില്ലടാ, കാര്യങ്ങൾ ഉഷാറായിട്ട് നടക്കട്ടെ. പിന്നെ സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ആ ആദിവാസി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി, ഞാൻ കൊടുത്തേക്കാം.